ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജുകളിലും നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ പല പല ആവശ്യങ്ങൾ, പല പല സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കണം എന്ന്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തി ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്ന അന്ന് തന്നെ അയാൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാം. അദ്ദേഹത്തിന്റെ ഒരു സേവിങ്സ് എന്ന രീതിയിൽ കിട്ടുന്നത്, ചിലപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ജോലിക്ക് കയറുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് ഇൻകം ആയിട്ട് കിട്ടുന്നത്. എങ്കിൽ കൂടെ ഒരു സേവിങ്സ് എന്ന ഹാബിറ്റ് വളർത്തിയെടുക്കുക എന്ന രീതിയിൽ ഒരു ചെറിയ ഒരു സ്കീമിലേക്ക് ജോയിൻ ചെയ്ത് ലോങ് ടൈമിലേക്ക് വേണ്ട സേവിങ്സ് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സേവിങ്സ് ലോങ് ടൈമിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ലൊരു ഫണ്ട് അതിൽ നിന്നും റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മാരീഡ് ആയിരിക്കും. മാരേജിന്റെ സമയത്ത്, മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടെ കടന്നു വരികയാണ്. അവിടെ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ കുറച്ചുകൂടെ എക്സ്പെൻസ് ഒക്കെ വരും. അപ്പൊ അതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ആളെ നോമിനിയാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ കൂടുതൽ നല്ല ഒരു സ്കീമിലേക്ക് കൂടെ ജോയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം പിന്നീട് വരുന്ന ജീവിതത്തിലെ ചെലവുകളും കൂടെയുള്ള ആളുടെ സംരക്ഷണവും ഇതെല്ലാം കരുതിക്കൊണ്ട് ഒരു സ്കീം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്കൊരു കുട്ടി ജനിക്കുക എന്നുള്ളത്. നമുക്കിന്നറിയാം, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ആകുലതകൾ തുടങ്ങുകയാണ്. കാരണം ഇന്ന് ഓരോ വർഷം കഴിയും തോറും വിദ്യാഭ്യാസത്തിന്റെ വില കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നേരത്തെയോ അതിനു വേണ്ടി ശ്രമിക്കുന്നോ അത്രയും നേരത്തെ നമുക്ക് അതിനുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കും. അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ട സ്കീമുകളൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ ആലോചിച്ച് വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കവറേജ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് എടുക്കാവുന്നതാണ്. അതിൽ തന്നെ അത് കുട്ടിയുടെ പേരിൽ എടുക്കുമ്പോൾ അവിടെ ഒരു റൈഡർ കൂടെ, പ്രീമിയം വേവർ റൈഡർ കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ സംരക്ഷണം കുട്ടിയുടെ ജീവിതത്തിന് നൽകും. കാരണം ഇൻ കേസ് ഈ കുട്ടിയുടെ ജീവിത സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലും ആ പ്രീമിയം തുടർന്ന് അടച്ചുകൊണ്ട് പോകാനുള്ളൊരു റൈഡർ അവിടെ ഉണ്ടെങ്കിൽ അതിന് തടസ്സമില്ലാതെ അത് അടഞ്ഞു പോവുകയും കുട്ടിയുടെ വിദ്യാഭ്യാസ സമയത്ത് ആ തുക ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് കവറേജിനെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ഒരു വീട് വയ്ക്കുന്നു, അപ്പൊ അതിനൊരു ലോൺ എടുക്കും. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ലോണൊക്കെ എടുത്തിട്ട് തന്നെയായിരിക്കും വീട് വയ്ക്കുന്നത്. അത് ലോങ് ടൈമിലേക്ക് അടയ്ക്കേണ്ടതുണ്ടാവും, വലിയ തുക ചിലപ്പോൾ അടയ്ക്കേണ്ടതുണ്ടാവും. അതിന് ഒരു സംരക്ഷണം, കാരണം നമ്മൾ എന്തെങ്കിലും കേസിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യതയാണ് പിന്നെ ആ ലോൺ തീർക്കുക എന്നുള്ളത്. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ വരേണ്ട കാര്യം. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല രീതിയിലുള്ള സ്കീമുകൾ, അതായത് നമുക്ക് പ്രൊട്ടക്ഷൻ, ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്കീം, അതായത് ടേം ഇൻഷുറൻസ് അതുപോലെയുള്ളതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും ആ ഒരു തുക കൊണ്ട് ആ ലോൺ അടഞ്ഞു പോകും. നമ്മുടെ കുടുംബത്തിന് അതൊരു വലിയ ബാധ്യതയാവാതിരിക്കുകയും കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് അത് അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ സമയത്ത് ഒരു ടൈം ഇൻഷുറൻസ് ഒക്കെ എടുത്തുകൊണ്ടും നമ്മുടെ ഈ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മറ്റ് ചിലവുകളാണ്. ആ ചിലവുകൾ, നമ്മുടെ കുട്ടിയൊക്കെ വളർന്നു വരുന്നു, നമ്മൾക്ക് പ്രായമായി വരുന്നു, നമ്മുടെ കുടുംബത്തിലെ മറ്റ് ചിലവുകൾ, ഇതെല്ലാം കൂടെ നമുക്ക് നോക്കിക്കൊണ്ട് അതിന് വേണ്ട ഒരു തുക സംരക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് പിന്നീട് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ട തുക സംഭരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ ജീവിതത്തിലേക്ക് നമ്മുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ തന്നെ ഒരു സ്കീം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് നമുക്ക് വലിയ ആകുലതകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ ആ തുക വർദ്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ആവശ്യമുള്ള തുക അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. എങ്കിൽ പോലും നമുക്ക് പിന്നീട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹെൽത്തിനെ കുറിച്ചുള്ള ആകുലതകളായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തുകൊണ്ടും
അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സാധാരണ ഒരു മിനിമം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അതിനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഭാവിയിലേക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്തരം പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോൾ പല രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ പല പല ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള സ്കീമുകൾ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജിനെ അപ്ഗ്രേഡ് ചെയ്യുകയും നമ്മുടെ കുടുംബത്തിനെ ആകുലതകളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനും നമുക്ക് അവരോടൊപ്പം തന്നെ സുഖമായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ കൂടുതൽ ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒട്ടും സമയം കളയാതെ എടുക്കേണ്ടതാണ്. കാരണം ഓരോ ദിവസം കഴിയും തോറും നമുക്ക് കിട്ടേണ്ട വാല്യൂ കുറഞ്ഞു വരും, അല്ലെങ്കിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും വൈകാതെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.